First question, Suhara and Sita started a business. Suhara invested 40,000 rupees and Sita 50,000 rupees. They made a profit of 9,000 rupees. It was divided in the ratio of their investment. How much did each get? സുഹറയും സീതയും ഒരു ബിസിനസ് ആരംഭിച്ചു. സുഹറ 40,000 രൂപയും സീത 50,000 രൂപയും നിക്ഷേപിച്ചു. അവർ 9,000 രൂപ ലാഭം നേടി. അത് അവരുടെ നിക്ഷേപങ്ങളുടെ അംശബന്ധത്തിൽ വിഭജിച്ചു. ഓരോരുത്തർക്കും എത്ര കിട്ടി? ആൻസർ: എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ സുഹറ ഈക്വൽ 40,000 rupees. എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ സീത ഈക്വൽ 50,000 rupees. പ്രോഫിറ്റ് ഈക്വൽ 9,000 rupees. റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് സുഹറ ടു സീത ഈക്വൽ സുഹറയുടെ എത്രയാണ് 40,000 ഈസ് ടു സീതയ്ക്കുള്ളത് 50,000. 40,000-ലെ 4 സീറോയും 50,000-ലെ 4 സീറോയും വെട്ടിപ്പോകും. അപ്പോൾ 4:5. പ്രോഫിറ്റ് ഏൺഡ് ബൈ സുഹറ ഈക്വൽ 9,000 ആണല്ലോ പ്രോഫിറ്റ്. അപ്പോൾ 9,000 ഇൻറ്റു ഇവിടെ സുഹറയ്ക്കുള്ള റേഷ്യോ എത്രയാണ്? 4 ഡിവൈഡഡ് ബൈ ആ രണ്ടുപേരുടെ റേഷ്യോ ആഡ് ചെയ്യണം. അപ്പോൾ 4 + 5 9. അതാണ് താഴെ എഴുതേണ്ടത്. അപ്പോൾ 9,000 ഇൻറ്റു 4/9. ഈ 9ഉം 9,000ഉം വെട്ടിപ്പോകും. അപ്പോൾ 1,000 എന്ന് കിട്ടും. 9,000-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 1,000 ഇൻറ്റു മുകളിലുള്ള 4. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. 4,000 rupees. അതുപോലെ പ്രോഫിറ്റ് ഏൺഡ് ബൈ സീത എങ്ങനെ കണ്ടുപിടിക്കും? ഈക്വൽ മൊത്തം പ്രോഫിറ്റ് എത്രയാണ്? 9,000 ഇൻറ്റു അവിടെ സീതയ്ക്കുള്ള റേഷ്യോ 5 ഡിവൈഡഡ് ബൈ രണ്ടുപേരുടെയും റേഷ്യോ ആഡ് ചെയ്ത് താഴെ എഴുതണം. 9,000-ഉം 9ഉം ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1,000 ഇൻറ്റു 5. അപ്പോൾ 5,000 rupees. അപ്പോൾ സുഹറയ്ക്ക് 4,000 rupees, സീതയ്ക്ക് 5,000 rupees. Second question, Rameshan and John took up a contract for a work. Rameshan worked the first 6 days and John 7 days. They got 6,500 rupees. They divided it in the ratio of the number of days each worked. How much did each get? രമേശനും ജോണും ഒരു ജോലിക്കുള്ള കോൺട്രാക്റ്റ് ഏറ്റെടുത്തു. രമേശൻ ആദ്യത്തെ 6 ദിവസവും ജോൺ 7 ദിവസവും ജോലി ചെയ്തു. അവർക്ക് 6,500 രൂപ ലഭിച്ചു. ഓരോരുത്തരും ജോലി ചെയ്ത ദിവസങ്ങളുടെ അംശബന്ധത്തിൽ അവർ അതിനെ വിഭജിച്ചു. ഓരോരുത്തർക്കും എത്ര കിട്ടി? ആൻസർ: നമ്പർ ഓഫ് ഡേയ്സ് രമേശൻ വർക്ക്ഡ് ഈക്വൽ 6 days. നമ്പർ ഓഫ് ഡേയ്സ് ജോൺ വർക്ക്ഡ് ഈക്വൽ 7 days. ടോട്ടൽ എമൗണ്ട് ദേ ഗോട്ട് ഈക്വൽ 6,500 rupees. റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ഡേയ്സ് വർക്ക്ഡ് ബൈ രമേശൻ ടു ജോൺ. രമേശനും ജോണും വർക്ക് ചെയ്ത ദിവസങ്ങളുടെ റേഷ്യോ എടുക്കാനാണ്. അപ്പോൾ രമേശൻ ടു ജോൺ എന്ന് പറയുമ്പോൾ രമേശൻ്റെത് ആദ്യം എഴുതുക, ജോണിൻ്റെതാണ് രണ്ടാമത്. അപ്പോൾ 6:7. അതിൽ 6 ആണ് രമേശൻ്റെ റേഷ്യോ, അതുപോലെ 7 ജോണിൻ്റെത്. ഇനി ആ എമൗണ്ട് എങ്ങനെയാണ് രണ്ടുപേർക്കും വീതിക്കുന്നത്? എമൗണ്ട് രമേശൻ ഗെറ്റ് ഈക്വൽ ടോട്ടൽ കിട്ടിയത് എത്രയാണ്? 6,500 ഇൻറ്റു രമേശൻ്റെ റേഷ്യോ 6 ഡിവൈഡഡ് ബൈ രണ്ടുപേരുടെ റേഷ്യോ ആഡ് ചെയ്തതാണ് താഴെ എഴുതേണ്ടത്. 6ഉം 7ഉം ആഡ് ചെയ്യുമ്പോൾ 13. ഇനി 6,500-നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 500 എന്ന് കിട്ടും. 500 ഇൻറ്റു മുകളിലുള്ള ആ 6. അപ്പോൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3,000 rupees ആണ് രമേശന് കിട്ടുന്നത്. അടുത്തത് എമൗണ്ട് ജോൺ ഗെറ്റ്. ജോണിന് എത്ര കിട്ടി? ടോട്ടൽ എത്രയാണ്? 6,500. അത് ഇൻറ്റു ജോണിൻ്റെ റേഷ്യോ 7 ആണ്. അപ്പോൾ 7 ഡിവൈഡഡ് ബൈ രണ്ടുപേരുടെ റേഷ്യോ ആഡ് ചെയ്യുമ്പോൾ 13. 6,500-നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 500 കിട്ടും. 500 ഇൻറ്റു 7. ഇപ്പോൾ 3,500 rupees. അതാണ് ജോണിന് കിട്ടിയത്. തേർഡ് ക്വസ്റ്റ്യൻ, വെൻ രാമു ആൻഡ് രാജു ഡിവൈഡഡ് a sum of money in the ratio 3:2, Ramu got 480 rupees. First sub question, how much did Raju get? Second sub question, what was the sum that was divided? Answer of first sub question, the ratio of amount got by Ramu to Raju. അപ്പോൾ റേഷ്യോ എങ്ങനെയാണ്? രാമു ടു രാജു 3:2. അപ്പോൾ രാമു നമുക്ക് തന്നിട്ടുണ്ട് 480
ഈസ് ടു രാജുവിൻ്റെത് നമുക്കറിയില്ല, അപ്പോൾ രാജു എന്ന് എഴുതാം ഈക്വൽ 3:2. ഇനി അത് ഡിവിഷൻ ആക്കി എഴുതാം. 480 ഡിവൈഡഡ് ബൈ രാജു ഈക്വൽ 3/2. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. രാജു ഇൻറ്റു 3 ഈക്വൽ 480 ഇൻറ്റു 2. രാജു ഈക്വൽ 480 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3. രാജുവിൻ്റെ ആ സൈഡിലുള്ള 3 ഈക്വലിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഡിവിഷനായിട്ട് വരും. ഇനി 480 ഇൻറ്റു 2 എത്രയാണ്? 960 ഡിവൈഡഡ് ബൈ 3. ഇനി 960യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 320 റുപ്പീസിന് കിട്ടും. അതാണ് രാജുവിൻ്റെ എമൗണ്ട്. രാജു ഈക്വൽ 320 റുപ്പീസ്. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് വാസ് ദ സം ദാറ്റ് വാസ് ഡിവൈഡഡ്. അപ്പോൾ എന്താണ് ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ എമൗണ്ട് ഈക്വൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് രാമുവിന് 480. ഇപ്പോൾ നമ്മൾ രാജുവിൻ്റെത് കണ്ടുപിടിച്ചു 320 റുപ്പീസ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 480 പ്ലസ് 320 എത്രയാണ്? 800 റുപ്പീസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഡ്രോ എ ലൈൻ എ ബി 9 centimeters long. മാർക്ക് എ പോയിന്റ് P on it. The length of AP and PB should be in the ratio 1:2. How far away from A should we mark P? Calculate and mark it. 9 സെൻറ്റിമീറ്റർ നീളമുള്ള എ ബി എന്ന ഒരു വര വരയ്ക്കുക. അതിൽ ഒരു പോയിൻ്റ് P അടയാളപ്പെടുത്തുക. എ പി പി ബി എന്നിവയുടെ നീളം 1:2 എന്ന അംശബന്ധത്തിലായിരിക്കണം. എയിൽ നിന്ന് എത്ര അകലെയാണ് നമ്മൾ P അടയാളപ്പെടുത്തേണ്ടത്? കണക്ക് കൂട്ടുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുക. ആൻസർ ലെങ്ത് ഓഫ് എ ബി ഈക്വൽ 9 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം P എത്ര അകലത്തിലാണ് എയിൽ നിന്ന് ഇടേണ്ടതെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം ലൈൻ വരയ്ക്കുക. അപ്പോൾ ലെങ്ത് ഓഫ് എ ബി എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 9 സെൻറ്റിമീറ്റർ. അത് എഴുതണം. ഇനി അപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന ലൈനിൽ ഒരു പോയിൻ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് P. അപ്പോൾ അത് എത്ര അകലത്തിലാണ് ഇടേണ്ടതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ P വരെയുള്ള നീളം, അതായത് എ മുതൽ P വരെ എത്രയാണ്? എ പി എന്ന് പറയാം. നമുക്കിപ്പോൾ അറിയില്ല, അതുകൊണ്ട് എ പി. P മുതൽ B വരെ PB. അങ്ങനെയാണ് നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 1:2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എ പി ഈസ് ടു പി ബി ഈക്വൽ 1:2. ഇനി നമുക്ക് കണ്ടുപിടിക്കാം എ പി എത്രയാണ്, പി ബി എത്രയാണ്. ആദ്യം എ പി കണ്ടുപിടിക്കാം. എ പി ഈക്വൽ ടോട്ടൽ ആ ലൈനിൻ്റെ ലെങ്ത് 9 ഇൻറ്റു എ പിക്ക് നമ്മൾ എത്രയാണ് റേഷ്യോ ഇവിടെ ഇട്ടേക്കുന്നത്? 1 ഡിവൈഡഡ് ബൈ 2 റേഷ്യോയും കൂടി ആഡ് ചെയ്യുമ്പോൾ 3. അത് താഴെ എഴുതണം. ഇനി 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3. അപ്പോൾ 3 ഇൻറ്റു മുകളിലൊരു 1 ഉണ്ട്. 3 ഇൻറ്റു 1 എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ് എ പി. ഇനി പി ബി എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പി ബി ഈക്വൽ ടോട്ടൽ 9 ആണല്ലോ, 9 ലെങ്ത് ആണല്ലോ ലൈനിന്. 9 ഇൻറ്റു പി ബിയുടെ റേഷ്യോ നമ്മളിവിടെ 2 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 2 റേഷ്യോ ആഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും അല്ലേ? 1 + 2 3. അതാണ് താഴെ എഴുതേണ്ടത്. ഇനി 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 ഇൻറ്റു മുകളിലുള്ള 2. അപ്പോൾ 3 ഇൻറ്റു 2 എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ എ പി കിട്ടി 3 സെൻറ്റിമീറ്റർ, പി ബി 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? വി ഹാവ് ടു മാർക്ക് പി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 സെൻറ്റിമീറ്റർ ഫ്രം എ. അപ്പോൾ എ പി, അതായത് എ മുതൽ പി വരെ എത്രയാണ് സെൻറ്റിമീറ്റർ നമ്മൾ ചെയ്തത്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കൊരു വര വരച്ചിട്ട് അവിടെ 3 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു പോയിൻ്റ് ഇടാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഡ്രോ എ ലൈൻ 15 centimeters long. Mark a point on it that divides the line in the ratio 2:3. Calculate the length and mark the point. 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. വരയെ 2:3 എന്ന അംശബന്ധത്തിൽ വിഭജിക്കുന്ന ഒരു പോയിൻ്റ് അതിൽ അടയാളപ്പെടുത്തുക. നീളം കണക്കാക്കി പോയിൻ്റ് അടയാളപ്പെടുത്തുക. അപ്പോൾ ആദ്യം നമുക്ക് ആ പ്രോബ്ലം ചെയ്തിട്ട് ലാസ്റ്റ് വരയ്ക്കുക. അപ്പോൾ ആദ്യം ലെറ്റ് എ ബി ഈക്വൽ 15 സെൻറ്റിമീറ്റർ. എ ബി എന്നൊരു ലൈൻ 15 സെൻറ്റിമീറ്റർ ആണ് നീളം. ലെറ്റ് പി ബി ദ പോയിൻ്റ് ദാറ്റ് ഡിവൈഡ് എ ബി ഇൻ ദ റേഷ്യോ 2:3. പി എന്ന് പറഞ്ഞൊരു പോയിൻ്റ് അതിലിടണം. അത് ആ ലൈനിനെ 2:3 എന്ന റേഷ്യോയിലാണ് വിഭജിക്കേണ്ടത്. അപ്പം നമുക്ക് പി അവിടെ ഇട്ടാൽ എ ബി എന്ന ലൈനിന് നടുവിൽ പി ഇട്ടാൽ എ പി ഈസ് ടു
പി ബി, അങ്ങനെ രണ്ട് ഇത് കിട്ടും അല്ലേ. അപ്പോൾ എ പി ഈസ് ടു പി ബി ഈക്വൽ എന്താണ് റേഷ്യോ? 2:3. അതിൽ എ പിയുടെ നീളം എങ്ങനെ കണ്ടുപിടിക്കും? എ പി ഈക്വൽ മൊത്തം നീളം എത്രയാണ്? 15 ഇൻറ്റു എ പിക്ക് എന്താണ് റേഷ്യോ? 2 ഡിവൈഡഡ് ബൈ രണ്ട് റേഷ്യോയും കൂടി ആഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. 2ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ 5, അത് താഴെ എഴുതുക. ഇനി 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 3 കിട്ടും അല്ലേ. 3യും മുകളിലുള്ള 2ഉം മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 2 6 സെൻറ്റിമീറ്റർ. അപ്പോൾ എ പി 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അടുത്തത് പി ബി എത്രയാണ്? എങ്ങനെയാണ് കണ്ടുപിടിക്കും? ടോട്ടൽ 15 ആണല്ലോ. 15 ഇൻറ്റു പി ബിയുടെ റേഷ്യോ 3 ആണ് അല്ലേ. 3 ഡിവൈഡഡ് ബൈ മൊത്തം രണ്ട് റേഷ്യോയും കൂടി ആഡ് ചെയ്യുമ്പോൾ 5, അത് താഴെ എഴുതും. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 3 എത്രയാണ്? 9 സെൻറ്റിമീറ്റർ. എന്നിട്ട് ഇത് നമുക്ക് വരയ്ക്കാം. Sixth question, draw a rectangle of perimeter 30 centimeters and sides of length in the ratio 1:2. First sub-question, with the same perimeter, draw two more rectangles with the sides in the ratio 2:3 and 3:7. Second sub-question, calculate the areas of the three rectangles. Which rectangle has the greatest area? 30 സെൻറ്റിമീറ്റർ ചുറ്റളവും 1:2 എന്ന റേഷ്യോ മീൻസ് അംശബന്ധത്തിൽ വശങ്ങളും ഉള്ള ഒരു ചതുരം വരയ്ക്കുക. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതേ ചുറ്റളവും 2:3, 3:7 എന്ന അംശബന്ധത്തിൽ വശങ്ങളുള്ള രണ്ട് ചതുരങ്ങൾ കൂടി വരയ്ക്കുക. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ 3 ചതുരങ്ങളുടെയും പരപ്പളവ് കണക്കാക്കുക. ഏത് ചതുരത്തിനാണ് ഏറ്റവും കൂടുതൽ പരപ്പളവ്? അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ എഴുതാം? പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ ഈക്വൽ 30 സെൻറ്റിമീറ്റർ. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഫോർമുല എന്താണ്? 2 × L + B ഈക്വൽ എത്ര തന്നിട്ടുണ്ട്? 30. അപ്പോൾ നമുക്കതിൽ നിന്നും L + B കാണണം, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്തത് ആണ്. അപ്പോൾ L + B ഈക്വൽ 30. ഈ 2 ഈക്വലിൻ്റെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഡിവിഷൻ 2 അല്ലേ. 30 ഡിവൈഡഡ് ബൈ 2 അത് വെട്ടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 30യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 കിട്ടും. അപ്പോൾ L + B 15 ആണ്. ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് തന്നിട്ടുണ്ട് 1:2. ഇതിൽ നമുക്ക് ലെങ്ത്തിന് 2 റേഷ്യോ എടുക്കാം, ബ്രെഡ്ത്തിന് 1 എന്ന് എടുക്കാം. അപ്പോൾ B:L, അതായത് ബ്രെഡ്ത്ത് ലെങ്ത്ത് ഈക്വൽ 1:2. ഇതിൽ നിന്നും ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാം. ബ്രെഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ എല്ലും ബിയും ആഡ് ചെയ്തപ്പോൾ 15 നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ 15 ഇൻറ്റു ബ്രെഡ്ത്തിൻ്റെ റേഷ്യോ 1 ആണ്. 1 ഡിവൈഡഡ് ബൈ രണ്ട് റേഷ്യോ ആഡ് ചെയ്യുമ്പോൾ 3. 2 + 1 3 ആണ്. 3 താഴെ എഴുതണം. ഇനി 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ആണ്. 5 ഇൻറ്റു 1 5 സെൻറ്റിമീറ്റർ ആണ് ബ്രെഡ്ത്ത്. ഇനി ലെങ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കാം? 15 ഇൻറ്റു 2 ആണ് നമ്മുടെ ഇവിടെ ലെങ്ത്തിൻ്റെ റേഷ്യോ ആയിട്ട് എടുത്തിട്ടുള്ളത്. 2 ഡിവൈഡഡ് ബൈ ഈ രണ്ട് റേഷ്യോ ആഡ് ചെയ്യുമ്പോൾ ഉള്ള 3 താഴെ എഴുതുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. 5 ഇൻറ്റു 2 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 5 സെൻറ്റിമീറ്റർ. ഇനി ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. അപ്പോൾ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ അറിയാമല്ലോ. 10 സെൻറ്റിമീറ്ററിലൊരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുക. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് AB എന്ന പേരുകൾ കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലൈൻ വരച്ചിട്ട് നമുക്ക് ആദ്യം ആ ലൈനിൻ്റെ ഒരറ്റത്തുള്ള പോയിന്റിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് അതിൻ്റെ നേരെ മുകളിൽ 90 ഡിഗ്രിയിലൊരു പോയിന്റ് ഇടണം. അതുപോലെ ഈ ലൈനിൻ്റെ മറുവശത്ത്, അതിപ്പോൾ ലെഫ്റ്റിലാണ് നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ചെങ്കിൽ അടുത്തത് റൈറ്റ് സൈഡിൽ ആ പോയിന്റിൽ ലൈനിൻ്റെ ഏറ്റവും അറ്റത്ത് എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ വയ്ക്കുക. എന്നിട്ട് മുകളിൽ 90 ഡിഗ്രിയിലൊരു പോയിന്റ് ഇടുക. എന്നിട്ട് നീട്ടി വരയ്ക്കാം. നീട്ടി വരച്ചിട്ട് ആ രണ്ട് സൈഡിലും 5 സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ച് നമുക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ അവിടെ ഒരു പോയിന്റ് കിട്ടും 5 സെൻറ്റിമീറ്ററിൽ. അത് മുകളിൽ ചേർത്ത് വരയ്ക്കുമ്പോൾ റെക്റ്റാങ്കിൾ കിട്ടുന്നതാണ്. ഇനി ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്
റെക്റ്റാങ്കിൾ വരയ്ക്കണം. ഇതേ ചുറ്റളവ് തന്നെയാണ്, ഇതേ പെരിമീറ്റർ തന്നെയാണ്. അതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ഒന്നിന് 2:3, മറ്റൊന്ന് 3:7. അപ്പോൾ ആദ്യത്തെ 2:3 വെച്ചുള്ളത് ചെയ്യാം. അതിലും പെരിമീറ്റർ കറക്റ്റ് ഇത് തന്നെയാണ്. പെരിമീറ്റർ ഈക്വൽ 30 സെൻറ്റിമീറ്റർ. ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഈക്വൽ 2:3. നേരത്തെ പോലെ തന്നെ ചെറിയ സംഖ്യ 2 നമുക്ക് ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കാം, ലെങ്ത്ത് 3 ആയിട്ട് എടുക്കാം. ലെങ്ത്തിൻ്റെ റേഷ്യോ 3 ആയിട്ട് എടുക്കാം. ഇനി നോക്കൂ, പെരിമീറ്ററിൻ്റെ ഫോർമുല എന്താണ്? 2 × L+B = 30. അതിൽ L+B ഈക്വൽ 30 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ 15 സെൻറ്റിമീറ്റർ. 30യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 സെൻറ്റിമീറ്റർ. ഇതിൽ B:L ഈക്വൽ 2:3. അതായത് B ബ്രെഡ്ത്ത് ആണ്. ബ്രെഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ബ്രെഡ്ത്ത് ഈക്വൽ 15 ഇവിടെ ബ്രെഡ്ത്തിന് നമ്മൾ 2 എന്ന റേഷ്യോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 5, രണ്ട് റേഷ്യോയും കൂടി ആഡ് ചെയ്യുമ്പോൾ 5 ആണ്. 2ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ 5, അത് താഴെ എഴുതണം. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു മുകളിലുള്ള 2 അല്ലേ, 3 × 2 എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ബ്രെഡ്ത്ത് 6 സെൻറ്റിമീറ്റർ. ലെങ്ത് ഈക്വൽ 15 × 3/5 ഈക്വൽ 9 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതിൽ നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. നേരത്തെ വരച്ചതുപോലെ അറിയാമല്ലോ എങ്ങനെയാണ്. 9 സെൻറ്റിമീറ്ററിലൊരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുക. ലൈനിൻ്റെ ലെഫ്റ്റ് അറ്റത്ത് നമുക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി അടയാളപ്പെടുത്തി സ്ട്രെയിറ്റ് ലൈൻ മുകളിലോട്ട് വരയ്ക്കുക. അതുപോലെ തന്നെയാണ് റൈറ്റ് സൈഡിലെ എൻഡിലും നമ്മൾ എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ വയ്ക്കുക, 90 ഡിഗ്രി അടയാളപ്പെടുത്തുക, എന്നിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലോട്ട് വരയ്ക്കുക. എന്നിട്ട് അതിൽ 6 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അടയാളപ്പെടുത്തി. അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടും. അടുത്ത റെക്റ്റാങ്കിൾ എങ്ങനെ വരയ്ക്കുക? ആദ്യം കണ്ടുപിടിക്കാം. പെരിമീറ്റർ ഈക്വൽ 30 സെൻറ്റിമീറ്റർ. അതിൽ L+B ഇതുപോലെ തന്നെയാണ്, സെയിം തന്നെയാണ്, 15 കിട്ടും. അപ്പോൾ റേഷ്യോ നമുക്ക് തന്നിട്ടുള്ളത് 3:7. അപ്പോൾ നമുക്കതിൽ വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത്, ഇതിലിപ്പോൾ ഞാൻ വിഡ്ത്ത് W എന്നാണ് ഇട്ടിരിക്കുന്നത്. ഇത് വിഡ്ത്ത് ഈസ് ലെങ്ത്ത് L. ഈ വിഡ്ത്ത് L ഈക്വൽ 3:7. അതിൽ വിഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് L+B നമ്മൾ എഴുതിയിട്ടുണ്ട് 15 × 3/7. 3 എന്ന് പറയുന്നത് വിഡ്ത്താണ്, വിഡ്ത്തിൻ്റെ റേഷ്യോ ആണ്. ബൈ 10 എങ്ങനെയാണ്? 3ഉം 7ഉം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 10. ഈ 15ഉം 10ഉം നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4.5 സെൻറ്റിമീറ്റർ. അതുപോലെ ലെങ്ത്ത് 15 × 7 ഡിവൈഡഡ് ബൈ 10 എത്രയാണ് ആൻസർ? 10.5 സെൻറ്റിമീറ്റർ. അതും നമുക്കൊരു റെക്റ്റാങ്കിളാക്കി വരയ്ക്കണം. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ ഏരിയ ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ ഈക്വൽ 10 × 5 ഈക്വൽ 50 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ കാണാൻ അറിയാലോ, ഫോർമുല ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതുപോലെ ഏരിയ ഓഫ് സെക്കൻഡ് റെക്റ്റാങ്കിൾ ഈക്വൽ 9 × 6 ഈക്വൽ 54 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് തേർഡ് റെക്റ്റാങ്കിൾ ഈക്വൽ 10.5 × 4.5 ഈക്വൽ 47.25 centimeter square. So, second rectangle has the greatest area. Second rectangle നാണ് ഏരിയ കൂടുതലായിട്ടുള്ളത്.